ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ അജണ്ട അല്ലെങ്കിൽ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയ ആക്രമണമാണ്. അദ്ദേഹത്തെ ഏത് വിധത്തിലും രാഷ്ട്രീയപരമായി നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് കരുത്ത് പകർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്തും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ വളരെ ബഹുമാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ ഏറ്റവും ശക്തി പകരുന്ന കെ സുധാകരൻ സാർ മുന്നിലേക്ക് വന്നത് വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് നൽകുന്നത്. ആ ചേർത്ത് നിർത്തൽ, എന്താണ്, അദ്ദേഹത്തിന്റെ അണികളെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന ആ ഒരു വികാരത്തിൽ ഈ അണിയെയും ചേർത്ത് നിർത്തിയതാണ് കേരള രാഷ്ട്രീയം മാതൃകയാക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതാണ്. അതൊക്കെ അതെല്ലാം കാലക്രമേണ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അത്തരം സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് മറക്കപ്പെട്ടിട്ടുണ്ട്, അത് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അതും സ്വാഭാവികമായി അത് പോയി. അവൻ നന്നാവണം, മാറണം, മനസ്സ് മാറണം, ജീവിതശൈലി മാറ്റണം. കണ്ടില്ലേ, അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഉപദേശവും ഒരു താക്കീതും ഒക്കെ നൽകുന്നുണ്ട്. സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇത്തരം ലീലാവിലാസങ്ങൾ അത് പലപ്പോഴും ആവർത്തിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നല്ല രണ്ടല്ല പലവട്ടം താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇത് നിർത്തിക്കോ, ഇത് അപകടകരമായ പോക്കാണ്. ഇതൊക്കെയും വ്യക്തമായ റിപ്പോർട്ടോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ താക്കീത് കൊടുത്തു. ആ താക്കീതൊന്നും വകവയ്ക്കാതെ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്ക് ഒരുപാട് ആരാധകരും ഒരുപാട് അണികളും ഞാനൊരു ജനകീയനായ യുവ നേതാവാന്നൊക്കെ ഉള്ള സ്വയം ബോധത്തിലാണ് ഇതൊക്കെ അദ്ദേഹം ചെയ്തത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും മാങ്കൂട്ടത്തെ സാറിന്റെ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, മാധ്യമപ്രവർത്തകർ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഏതൊരു മനുഷ്യന്റെ അവകാശമാണ്. അതായത് ഇങ്ങനെ അവസാനത്തെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പ് നേരെ അങ്ങ് പ്രക്ഷേപണം ചെയ്ത് ജനങ്ങളെ അറിയിക്കാതെ എന്താണ് മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ഒരു കാര്യം മാങ്കൂട്ടത്തെ സാർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. നിങ്ങൾ എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട്, സാധാരണ മാധ്യമപ്രവർത്തനം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം ഇതാണ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെ ഒരു ഓഡിയോ, ഒരു ശബ്ദരേഖ വന്നിട്ടുണ്ട്, ആ ശബ്ദരേഖയിൽ കേൾക്കുന്ന ശബ്ദം അങ്ങയുടേതാണോ, ആ പറയുന്ന വ്യക്തി അങ്ങാണോ എന്ന് ചോദിക്കുമ്പോൾ മാങ്കൂട്ടത്തിൽ സാർ അവരോട് പറയും, ആ ശബ്ദരേഖയിലെ ശബ്ദം എൻ്റേതല്ല, ആ പറയുന്ന വ്യക്തിയും ഞാനല്ല. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇതായിരുന്നു മാധ്യമപ്രവർത്തകർ കൊടുക്കേണ്ടിയിരുന്നതെന്നാണ് മാങ്കൂട്ടത്തിൽ സാറിന്റെ അഭിപ്രായം.